കൊണ്ടത്തി വെട്ടിക്കലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം 300 കിലോ ഇറച്ചി പിടികൂടി. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ കർണാടകയിൽ നിന്നുമാണ് ഇറച്ചി എത്തിച്ചിരുന്നത്. കുന്നംകുളം പോർക്ലേങ്ങാട് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക്. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. ദേവാലയങ്ങളിൽ ഭക്തിപൂർവ്വം വിഭൂതി തിരുനാൾ ആചരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. ഉത്സവത്തിന് ഈ മാസം 21-ന് കൊടിയേറും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മണ്ണുത്തി വെട്ടിക്കലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം 300 കിലോ ഇറച്ചി പിടികൂടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇറച്ചി പിടികൂടിയത്. കർണാടകയിൽ നിന്നുമാണ് ഇറച്ചി എത്തിച്ചത്. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹൈറേഞ്ച് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇറച്ചി പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ വൻതോതിൽ ഇറച്ചി സംഭരിക്കുന്നു എന്നതായിരുന്നു പരാതി. എറണാകുളം മേഖലയിലാണ് ഇറച്ചി വിറ്റഴിച്ചിരുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. കുന്നംകുളം പോർക്ലേങ്ങാട് വായനശാലയ്ക്ക് സമീപം ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. ഇയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പനെ അക്രമ സ്വഭാവം കാണിച്ചിരുന്നതിനാൽ പൂരത്തിന് എഴുന്നള്ളിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പറമ്പിൽ തളച്ചിരുന്ന ആനയെ ഇന്ന് രാവിലെ തിരിച്ചു കൊണ്ടുപോകുന്നതിനായി കെട്ടഴിച്ച വാഹനത്തിന് സമീപത്തേക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നതിനിടെയാണ് പാപ്പാനെ ആക്രമിച്ചത്. തുടർന്ന് എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചത്. മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവം മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലത്തീൻ വിഭാഗക്കാർ ബുധനാഴ്ച മുതലാണ് നോമ്പ് ആചരണം തുടങ്ങുക. ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യ പ്രവർത്തികളിൽ മുഴുകിയും ഇഷ്ടഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയുമാണ് ഇനിയുള്ള 50 നാളുകൾ വലിയ നോമ്പ് അനുഷ്ഠിക്കുക. ഈസ്റ്റർ ആഘോഷത്തോടെ വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ചോറൂണ്, തുലാഭാരം വഴിപാട് നടത്തുന്നതിന് തടസ്സമില്ല. നാളെ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ജയനാഥ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് കുറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ 10 വെള്ളപ്പാലികയിൽ നവധാന്യം വിതച്ച് മുളയിടും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് 21-ന് ആനയോട്ടം നടക്കും. അന്ന് രാത്രി കൊടിയേറുന്നതോടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറക്കും. ഗജരത്നം ഗുരുവായൂർ പത്മനാഭനെ അനുസ്മരിച്ചു. പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുഷ്പചക്രം സമർപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, വി ജി രവീന്ദ്രൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായദേവി എന്നിവർ സന്നിഹിതരായിരുന്നു. ദേവസ്വത്തിലെ ഗോകുൽ, ഗജേന്ദ്ര, ദേവദാസ്, ദേവി, ഗോപി, കണ്ണൻ എന്നീ ആനകൾ പ്രണാമം അർപ്പിച്ചു. 2020 ഫെബ്രുവരിയിലാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചരിഞ്ഞത്. അവണിശ്ശേരിയിൽ കോൺഗ്രസ് CPM സംഘർഷം. 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പെരിഞ്ചേരി പാറ സ്കൂൾ പരിസരത്ത് വെച്ച് ഞായറാഴ്ച രാത്രിയിൽ KPCC സമരാഗ്നിയുടെ പ്രവർത്തനത്തിനിടയിലാണ് ആക്രമണം. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് ചെറുവത്തേരി, അവണിശ്ശേരി ITUC മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരാഗ്നിയുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കുറിക്കുകയാണ് അവണിശ്ശേരിയിലെ പ്രവർത്തനം ചെയ്തത്. അതിനൊപ്പം ഞാനും സൂരജും തമ്മിൽ പോസ്റ്റ് ഒട്ടിക്കുന്നതും ഒപ്പം തന്നെ റോഡ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 25ഓളം CPMന്റെ പ്രവർത്തകർ വന്ന് തടയുകയും മാരകായുധങ്ങളുമായി വന്ന് മുറിവേൽപ്പിക്കുകയാണ് ഉണ്ടായത്. തികച്ചും അപ്രതീക്ഷിതമായാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. നമ്മൾ പിരിഞ്ഞു പോകാൻ നിന്നിട്ട് പോലും വളഞ്ഞിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ട് ഷുഹൈബിൻ്റെ മരണപ്പെട്ട ദിവസത്തിൽ ഇനിയും ഒരു കൊലപാതകം ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ആക്രോശത്തോടുകൂടി കൂടിയാണ് നമ്മൾ അവർ നേരിട്ടത്. കഴിഞ്ഞ ദിവസം അവണിശ്ശേരി പഞ്ചായത്തിലെ പെരിഞ്ചേരി പ്രദേശത്ത് CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘമാണ്
പ്രിയൻ, സൂരജ് എന്നീ 2 നേതാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ CPM ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ കണ്ണൂർ മുതൽ ഇത് തൃശ്ശൂർ വരെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ മർദ്ദിച്ചത്. ഇത്തരം വലിയ മർദ്ദനങ്ങൾ നടത്തുന്ന CPMന്റെ ഇത്തരം തെരഞ്ഞെടുപ്പ് ശൈലി. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ഒളിവിലായിരുന്ന മുഖ്യപ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. സ്ഥാപന ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരാണ് ഹാജരാവുക. ഈ മാസം 19-ന് ഹാജരാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കാട്ടൂരിൽ കുളത്തിൽ നിന്ന് കയറ്റിയിട്ട ചണ്ടിക്ക് തീ വെച്ചത് പരിഭ്രാന്തി പരത്തി. കാട്ടൂർ 8-ാം വാർഡിലെ രാമൻകുളത്തിന് സമീപം കിടന്നിരുന്ന ചണ്ടിയിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് തീയിട്ടത്. കുളം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് നീക്കിയ ചണ്ടിയാണ് കരക്കി കയറ്റി ഇട്ടിരുന്നത്. ചണ്ടി സ്ഥലത്തു നിന്ന് മാറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. ചണ്ടിക്ക് തീപിടിച്ചതോടെ പ്രദേശത്ത് പുക നിറഞ്ഞു. കരാറുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2-3 ലോറി ചണ്ടി കയറ്റിയിട്ടുള്ളതാണ് കുളത്തിൽ നിന്ന്. അണ്ട് കുളം നന്നാക്കിയതിന് ചേട്ടാ കുളത്തിലേക്കൊന്നും ജനങ്ങൾക്ക് ഇറങ്ങാൻ പോലും പറ്റാനില്ല. ആ ചണ്ടി എടുത്തു കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. അതിനെടുത്തു കൊണ്ടുപോകുന്നിട്ട് ഇന്ന് ആ സാധനം ഇട്ട് ഇവിടെ റോഡിലിട്ട് തീയിട്ടിരിക്കണേ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ റോഡിലൊരു ചവറടിച്ചിട്ട് തീയിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ പരാതിയും കൊടുത്ത് അവർക്കെതിരെ ഫൈൻ അടപ്പിക്കുന്ന പഞ്ചായത്ത് ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇവിടുത്തെ കുട്ടികൾ. ഈ അനീതിക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് ശക്തമായ നടപടി എടുക്കണം എന്നാണ് അയൽവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടനല്ലൂരിൽ മരക്കമ്പനിക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന പലകകൾക്കും അറക്കപ്പൊടിക്കും തീപിടിച്ചു. പുലർച്ചെ 4:30യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കേന്ദ്ര സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ച ഫിനാൻസ് ആക്ടിൽ കൊണ്ടുവന്ന MSME നിയമ ഭേദഗതി ചെറുകിട വസ്ത്ര വ്യാപാര മേഖലയെ തകർക്കുമെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. കോർപ്പറേറ്റുകൾക്ക് മാത്രമേ കുറഞ്ഞ ക്രെഡിറ്റ് കാലയളവിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അതോടെ ഭൂരിപക്ഷം ചെറുകിട കച്ചവടക്കാരും വ്യാപാരം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കടയടക്കൽ സമരത്തിൽ കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണാനന്ദൻ ബാബു, മറ്റ് ഭാരവാഹികളായ നവാബ് ജാൻ, PA ശ്രീകാന്ത്, MN ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രളയത്തിൽ തകർന്ന പൈങ്കുളം, വാഴാലിപ്പാടം, മാനന്നൂർ ഉരുക്കുതണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികളുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. ഈ മാസം 17-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. 12.6 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഷൊർണൂർ MLA മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ, പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇഡ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവം 4ാം ദിവസത്തിലേക്ക്. ഇന്ന് KT മുഹമ്മദ് തിയേറ്ററിൽ B ജയശ്രീ രചിച്ച കന്നഡ നാടകം പാരിജാത അരങ്ങേറും. കാലിക പ്രസക്തമായ വിഷയം അവതരിപ്പിക്കുന്ന കോർണർ എന്ന നാടകം ഇന്ന് അരങ്ങിലെത്തും. ട്രാൻസ്ജെൻഡറുകൾ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളെ നിരീക്ഷിക്കുകയാണ് നാടകത്തിൽ. ഗസൽ ഗായകരായ റാസ ബീഗം ബാൻഡിന്റെ സംഗീതരാവ് പ്രേക്ഷകർക്ക് നവ്യാനുഭവമാകും. ഹൈദരാബാദിലെ ബാലയോഗി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച സമാപിച്ച 5ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മറ്റത്തൂർ സ്വദേശിനി ഉഷ മാണി 4 ഇനങ്ങളിൽ സുവർണ്ണ മെഡൽ നേടി. 2 മാസം മുൻപ് കാസർഗോഡ് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഉഷ മാണി 100 മീറ്റർ ഓട്ടം, ഡിസ്കസ് ത്രോ, ലോങ് ജമ്പ് എന്നിങ്ങനെ 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലും ലോങ് ജമ്പ്, 100 മീറ്റർ ഓട്ടം എന്നിവയിൽ ഇവർ 1ാം സ്ഥാനക്കാരിയായിരുന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഉഷ കടമ്പോട് പരേതനായ ഇല്ലത്തുപറമ്പിൽ മാണിയുടെ ഭാര്യയാണ്. നേരത്തെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ആതിഥേയത്വം വഹിച്ച മുനിസിപ്പൽ ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാർട്ടി കൌൺസിലറെ BJP വിലക്കിയതായി ആരോപണം. ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയുടെ ടീമുമായി സഹകരിക്കേണ്ടെന്ന BJP നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കൌൺസിലറായ CS സുമേഷ് ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നതായി നഗരസഭ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KS കൈസാബ് ആരോപിച്ചു. BJP തങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം സ്പോർട്സിൽ പോലും പ്രകടിപ്പിക്കുകയാണെന്ന് ഇടതുമുന്നണി കുറ്റപ്പെടുത്തി. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ ആതിഥേയരായ കൊടുങ്ങല്ലൂർ നഗരസഭ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ നഗരസഭകളുടെ ടീമുകൾ പങ്കെടുത്തു.
തൃശൂർ ലൂർദ് മെത്രാപ്പോലീത്തൻ കത്തീഡ്രലിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ഊട്ടുതിരുനാളായി ആദരിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ്റ്റൺ തട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സമാപന ആശീർവാദം നൽകി. മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് ജേക്കബ് മുളയ്ക്കൻ, കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ജെൽസൺ ഡേവിസ് പെല്ലിശ്ശേരി, ജോബി കുഞ്ഞാപ്പു, പ്രൊഫസർ സേവ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാർപ്പിടം വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, ജലസൌഹാർദ്ദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PA ഇസഹാക്ക, PK സുകന്യ, ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. സോപാന സംഗീതാലാപനത്തിൽ ചരിത്രം രചിച്ച ഇരിങ്ങാലക്കുട സ്വദേശി സലീഷ് നനദുർഗ തുടർച്ചയായി 14 മണിക്കൂർ സോപാന സംഗീതം ആലപിച്ചാണ് സോപാന കലാകാരൻ ലോക റെക്കോർഡിന് ഉടമയായത്. ശ്രീ കൂടൽമാണിക്യ ക്ഷേത്ര കിഴക്കേ നടയിൽ ഞായറാഴ്ച രാവിലെ 5 മണിയോടെയാണ് ആലാപനം ആരംഭിച്ചത്. കൂടൽമാണിക്യം ക്ഷേത്രം സായാജ്ഞ കൂട്ടായ്മയായിരുന്നു സംഘാടകർ. വൈകിട്ട് 7 മണിയോടെ ഹൃദ്യമായ സദസ്സിനെ സാക്ഷിയാക്കി ആലാപനം നിർത്തുമ്പോൾ ഗുരുവായൂർ സ്വദേശി ജ്യോതിദാസിന്റെ പേരിലുള്ള 12 മണിക്കൂർ റെക്കോർഡ് പഴങ്കഥയായി മാറിയിരുന്നു. ഏഷ്യയിലെ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്ന ഏജൻസിയുടെ പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫ് സലീഷിന്റെ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. 6 വർഷങ്ങളായി സോപാന സംഗീത രംഗത്തുള്ള ഇരിങ്ങാലക്കുട പെരുവല്ലിപ്പാടം ഗുരുവിലാസം വീട്ടിൽ സലീഷ് വെട്ടിക്കര നനദുർഗ ക്ഷേത്രത്തിൽ നിന്നാണ് സോപാന സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ശബരിമല, ഗുരുവായൂർ, വടക്കുന്നാഥൻ, ശ്രീ കൂടൽമാണിക്യം അടക്കം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ സലീഷ് ഇതിനകം തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമാപന ചടങ്ങ് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, സന്തോഷ് ബോബൻ, ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ, SNDP യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം, രഘുരാമ പണിക്കർ എന്നിവർ സംസാരിച്ചു. TCV ഇരിങ്ങാലക്കുട. പെരിഞ്ഞനം തോട്ടുങ്ങൽ മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് മഹല് റിലീഫ് കമ്മിറ്റിയും വനിതാ വിംഗും ചേർന്ന് സ്നേഹസംഗമം നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് നസീമ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, മഹല് പ്രസിഡന്റ് സുലൈമാൻ ഹാജി, റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് A നവാസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവർട്ടി കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പഞ്ചദിന ശില്പശാല സാൻസ്ക്രിറ്റ് മീഡിയ കൌൺസിൽ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബാലദേവാനന്ദ സാഗർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഡയറക്ടർ ഇൻചാർജ് പ്രൊഫസർ R പ്രതിഭ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ K വിശ്വനാഥൻ, സെന്റർ കൺവീനർ ഡോക്ടർ ഗിരിധര റാവു എന്നിവർ പങ്കെടുത്തു. കൃഷ്ണാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം, സോപാന സംഗീതം, വാദ്യകലകൾ തുടങ്ങിയവയിൽ കലാകാരന്മാർ വരും ദിവസങ്ങളിൽ സംവദിക്കും. കാർഷിക വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മറ്റത്തൂർ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. മറ്റത്തൂർ മട്ട പദ്ധതി, സമഗ്ര നെൽകൃഷി വികസനം എന്നിവയടക്കം കാർഷിക മേഖലയ്ക്ക് 2,11,55,000 രൂപയും വെള്ളിക്കുളം വലിയ തോടിന്റെ സംരക്ഷണത്തിന് പഞ്ചായത്തിന്റെ വിഹിതമായി 40 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിഭൂതി തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ വിഭൂതി സന്ദേശം നൽകി. ട്രസ്റ്റിമാരായ ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, ജാക്സൺ നീലങ്കാവിൽ, ലിൻഡോ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. ബാബറി മസ്ജിദിന് പിന്നാലെ നിരവധി പള്ളികൾ കയ്യേറാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് യുവജന റാലിയും പൊതുസമ്മേളനവും നടന്നു. ഗ്യാൻവാബി സംരക്ഷണ സമിതി അംഗം മാബിദ് ഷൈഖ് വാരണസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് PTP സാജിദ, വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. अगल बगल में जो कुछ मैदान है, लोग अलविदा के दिन वहां पर इकट्ठा थे, नमाज पढ़ रहे थे.
MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 23 ലക്ഷം രൂപ വിനിയോഗിച്ച് താളുപാടം അംഗൻവാടിയെ സ്മാർട്ട് അംഗൻവാടിയാക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, ICDS സൂപ്പർവൈസർ CS ബിജിമോൾ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 14ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയിൽ ഗ്രീഫൻസ് FC തൃശൂർ ജേതാക്കളായി. സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KP വിനോദ് അധ്യക്ഷനായി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു സമ്മാനദാനം നിർവഹിച്ചു. KV സുഭാഷ്, NN നിഷിൽ, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന പള്ളിയിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കര പട്ടിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ വിഭൂതി തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാദിനവും മാമാങ്കം കൂറയിടൽ ചടങ്ങും നാളെ നടക്കും. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെയും നടൻ ജയറാമിന്റെയും നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം നാളെ നടക്കും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ശുശ്രൂഷകൾക്ക് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വേലു മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. എരുമപ്പെട്ടി പോലീസ് ക്ഷേത്ര ട്രസ്റ്റി, ഭരണസമിതി, വിവിധ ദേശക്കാർ, കുതിര സമുദായക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെന്റർ സ്കൂളിന്റെ 20ാം വാർഷികാഘോഷങ്ങൾ ബുധനാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ IMAയുമായി സഹകരിച്ച് സ്കൂളിൽ രക്തദാന ക്യാമ്പും വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റിന്റെ വിതരണവും നടത്തും. പ്രിൻസിപ്പൽ സിന്ധു K ഇട്ടിയേടത്ത്, പ്രസിഡന്റ് ബിജു സുകുമാരൻ, ഭാരവാഹികളായ PG ഷൈൻ, PK ദാസൻ, CS ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചരിത്രകാരനും വേങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം വ്യാഴാഴ്ച ഏങ്ങണ്ടിയൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെന്റർ സ്കൂളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി, പ്രിൻസിപ്പൽ C ബിന്ദു, ഭാരവാഹികളായ KK രാജൻ, IA മോഹനൻ, KV ഷിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ബുധനാഴ്ച തിരുനാൾ ആചരണം 14-ന് തുടങ്ങും. വിശുദ്ധ യൗസേ പിതാവിന്റെ വലിയ തിരുനാളിന് ഒരുക്കമായിട്ടാണ് വലിയ നോമ്പിലെ 7 ബുധനാഴ്ചകളിൽ തിരുനാൾ ആഘോഷിക്കുന്നത്. തീർത്ഥകേന്ദ്രത്തിൽ ബുധനാഴ്ചകളിൽ രാവിലെ 10 മണിക്കുള്ള ദിവ്യബലിയെ തുടർന്ന് പാരിഷ് ഹാളിൽ സൗജന്യ നേർച്ചയൂട്ടും തീർത്ഥകേന്ദ്രം അൾത്താരയിൽ കുട്ടികൾക്കുള്ള ആദ്യ ചോറൂണും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ബാബു ജോർജ്, ഡേവിസ് തെക്കേക്കര, NJ ലിയോ, സുബിരാജ് തോമസ് എന്നിവർ പങ്കെടുത്തു. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വ്യാഴാഴ്ച ആഘോഷിക്കും. 20 ആനകൾ അണിനിരക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായി T സുരേഷ്കുമാർ, CN സോമനാഥൻ, സജീവൻ വട്ടംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തി വെട്ടിക്കലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം 300 കിലോ ഇറച്ചി പിടികൂടി. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ. കർണാടകയിൽ നിന്നുമാണ് ഇറച്ചി എത്തിച്ചിരുന്നത്. കുന്നുകുളം പോർക്ലേങ്ങാട് ഉത്സവത്തിനെത്തിച്ച് ആനയടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക്. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. ദേവാലയങ്ങളിൽ ഭക്തിപൂർവ്വം വിഭൂതി തിരുനാൾ ആചരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. ഉത്സവത്തിന് ഈ മാസം 21-ന് കൊടിയിറങ്ങും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.